പണപ്പെട്ടി വന്നാൽ അതും കൊണ്ട് മുങ്ങാനുള്ള സൂത്രപ്പണിയിലാണ് അവിടെ സായിക്ക് ഗെയിമിൽ തുടരാനായിട്ട് ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് സായി പറയുന്നത്. അവിടെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് ഇത്രയും നല്ല ഗെയിമുകൾ ഇനി വരുന്ന സമയത്ത് സ്വന്തം ടീമിനെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മര്യാദയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റാതെ കൂടുതലായിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം മോശമാവും. അതുകൊണ്ട് ഇപ്പോൾ പുറത്തു പോകുന്നതാണ് നല്ലത് എന്നാണ് സായി പറയുന്നത്. ഒരു 12 ആഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ സായിയുടെ ആഗ്രഹം. പ്രത്യേകിച്ച് പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ പണപ്പെട്ടിയും കൊണ്ട് അവിടുന്ന് ഇറങ്ങിയാലോ എന്നാണ് സായി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നന്ദുവിന് വേണ്ടിയിട്ട് അത് ഒരു കാരണമുണ്ട്. നന്ദനയ്ക്ക് പണപ്പെട്ടിയും കൊണ്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ നന്ദനയ്ക്ക് അത് വിട്ടുകൊടുക്കണം, എന്നിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നാണ് ഇപ്പോൾ സായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്ദനയുടെ അടുത്ത് അത് കൃത്യമായിട്ട് സംസാരിക്കണം, ചോദിക്കണം. നന്ദനയ്ക്ക് ഒരു വീടിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒരു 10 ലക്ഷത്തിന് മുകളിൽ പണം അതിലുണ്ടെങ്കിൽ അതും കൊണ്ട് നന്ദന പോകട്ടെ എന്നാണ് സായി പറയുന്നത്. ഇനി നന്ദനയ്ക്ക് പോകണ്ട, നന്ദനയ്ക്ക് അവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ പണപ്പെട്ടിയും കൊണ്ട് ഞാൻ ഇറങ്ങും എന്നാണ് ഇപ്പോൾ സായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10ാം ആഴ്ച ആയിട്ടുള്ളൂ, പക്ഷേ ഇപ്പോഴേ തന്നെ അവിടെ പണപ്പെട്ടിയുടെ ചർച്ചകൾ മുറുകി കഴിഞ്ഞു. സായിയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അവിടെ ഫിനാലെ വരെ നിൽക്കാനായിട്ട് സായിക്ക് താല്പര്യമില്ല എന്നാണ് സായി പറയുന്നത്. അതുകൊണ്ടാണ് സായിക്ക് പണപ്പെട്ടിയും കൊണ്ട് ഇറങ്ങണം എന്ന് സായി വിചാരിക്കുന്നത്. പക്ഷേ നന്ദനയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. നന്ദനയ്ക്ക് പണപ്പെട്ടി വേണം എന്നുണ്ടെങ്കിൽ നന്ദന എടുത്തോട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ സായി പണപ്പെട്ടിയുമായിട്ട് പുറത്തിറങ്ങും എന്നാണ് സായി പറയുന്നത്. പിന്നീട് നന്ദനയുടെ അടുത്തിരുന്ന് സായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നന്ദന പണപ്പെട്ടി വേണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കത് കൃത്യമായിട്ട് പിന്നീട് ലൈവിൽ കാണിച്ചില്ല അവർ സംസാരിക്കുന്നത് എന്താണെന്ന്. പണപ്പെട്ടി വേണം എന്നുള്ള രീതിയിൽ അവിടെ നന്ദന പറയുന്ന ഒരു വാചകം മാത്രമാണ് നമുക്കവിടെ മനസ്സിലായത്. പ്രേക്ഷകർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കാണുന്നവർ എന്ത് വിചാരിക്കും നോക്കണ്ട, നമ്മുടെ ആവശ്യമാണ് മുഖ്യമെന്ന് നന്ദന അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നന്ദന പണപ്പെട്ടിയുമായി പോകാനാണ് സാധ്യത കൂടുതൽ.